ഈ ഇടയ്ക്ക് അന്തരിച്ച മിമിക്രി താരവും നടനുമായ കൊല്ലം സുധിയുടെ ഭാര്യ രേണുവിന് ഒരു അപകടം പറ്റിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. കൊല്ലം സുധിയുടെ മരണത്തിന് ശേഷം രേണു ഫോട്ടോഷൂട്ടിലും റീൽസുകളിലും ഷോർട്ട് ഫിലിമിലുമൊക്കെ സജീവമാണ്. ഫോട്ടോഷൂട്ടിന്റെയും ഷോർട്ട് ഫിലിമിന്റെയും ഒക്കെ പേരിൽ ബോഡി ഷേമിംഗ് ഏറ്റുവാങ്ങുന്ന ഒരു വ്യക്തി കൂടിയാണ് രേണു സുധി. ഒത്തിരി സൈബർ ആക്രമണമാണ് രേണു സുധി നേരിടുന്നത്. എന്നാൽ കളിയാക്കുന്നവർ കളിയാക്കട്ടെ എന്നും അവയൊന്നും തന്നെ ഒരു രീതിയിലും ബാധിക്കില്ല എന്നും രേണു സുധി പറയുകയുണ്ടായി. ഈ കളിയാക്കുന്നവരാരും തനിക്കോ തന്റെ മക്കൾക്കോ ചിലവിന് തരില്ലല്ലോ എന്നും ഒരു ഇന്റർവ്യൂവിൽ രേണു സുധി പറയുകയുണ്ടായി. ഇപ്പോഴിതാ താൻ ട്രെയിനിൽ നിന്നും വീഴുകയുണ്ടായി, എന്നാൽ അത്ഭുതകരമായി പാളത്തിൽ വീഴാതെ രക്ഷപ്പെട്ടുവെന്നും രേണു സുധി പറയുന്നു. പ്ലാറ്റ്ഫോമിലേക്ക് ലഗേജുമായി ഇറങ്ങിയപ്പോഴാണ് തലയടിച്ച് രേണു സുധി വീണത്. രേണുവും ഷൂട്ടിംഗ് സംഘവും ട്രെയിനിന്റെ AC കമ്പാർട്ട്മെന്റിലാണ് ഉണ്ടായിരുന്നത്. ഡോർ തുറക്കുന്നതിനിടയിൽ ട്രെയിൻ നീങ്ങുകയും പെട്ടെന്ന് ഇറങ്ങാൻ ശ്രമിക്കവേ പ്ലാറ്റ്ഫോമിലേക്ക് വീഴുകയുമായിരുന്നുവെന്ന് രേണു സുധി പറയുന്നു. തുടർന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും CT സ്കാൻ എടുക്കുകയും ചെയ്തു. കുഴപ്പങ്ങളൊന്നും ഇല്ലെന്നും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു എന്നും രേണു സുധി പറയുന്നു. ഈ അപകട വിവരം രേണു സുധി പങ്കുവച്ച വീഡിയോയ്ക്ക് താഴെ മോശം കമന്റ്സുകളാണ് ഇപ്പോൾ വരുന്നത്. എന്നാൽ ഒരാൾക്ക് അപകടം പറ്റുമ്പോൾ ഇങ്ങനെയൊക്കെ കമന്റ് ചെയ്യുന്നവരെ വിമർശിക്കുന്നവരുമുണ്ട്. രേണു സുധി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ വൈറൽ താരം അലിൻ ജോസ് പെരേരയുമായി പുതിയ ആൽബത്തിൽ അഭിനയിക്കുകയാണ്.